75 കുടുംബങ്ങളിലേക്ക് ഈ ബയോബിൻ നമ്മൾ കൊടുക്കുകയാണ്. നമ്മൾ സ്വാഭാവികമായിട്ട് തുണിയിട്ട് വയ്ക്കാനോ അരിയിട്ട് വയ്ക്കാനോ ഉപയോഗിക്കാൻ പാടില്ല. ഇത് വേസ്റ്റ് നിർമ്മാർജ്ജനത്തിന് വേണ്ടി വിനിയോഗിക്കുന്ന ഒരു സമഗ്രമായ വേസ്റ്റ് നിർമ്മാർജ്ജന പദ്ധതി പഞ്ചായത്ത് ഇംപ്ലിമെൻ്റ് ചെയ്തു. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ സ്കൂളുകൾക്കും സ്ഥാപനങ്ങൾക്കും നമ്മളിത് നൽകി. അതേപോലെ ടൗണിൻ്റെ പ്രധാന കേന്ദ്രങ്ങളിലൊക്കെ നമ്മൾ വേസ്റ്റ് ബാസ്ക്കറ്റ് വെച്ചു. നമ്മൾ പഞ്ചായത്തിൻ്റെ ഉടനീളം മിനി MCFകൾ സ്ഥാപിച്ചു. പഞ്ചായത്തിൽ എല്ലാ കേന്ദ്രങ്ങളിലും ബോട്ടിൽ ബൂത്ത്, പഞ്ചായത്തിൻ്റെ എല്ലാ ജംഗ്ഷനുകളിലും ബോട്ടിൽ ബൂത്ത് സ്ഥാപിച്ചു. അതേപോലെ തന്നെ MCF സ്ഥാപിച്ചു. ഹരിതകർമ്മസേന രൂപം കൊണ്ടു. ഇതൊക്കെ ഈ പഞ്ചായത്തിൻ്റെ വേസ്റ്റ് നിർമ്മാർജ്ജന പദ്ധതിയുടെ ക്രമാനുഗതമായ പദ്ധതികളാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് മേടിച്ചാൽ ഇപ്പോൾ പ്ലാസ്റ്റിക് നമുക്ക് ഹരിതകർമ്മസേന ഇവരെ എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല. ഈ ജോലി ചെയ്യാൻ വളരെ അഭിമാനബോധത്തോടു കൂടി വളരെ പ്രശ്നങ്ങളും വിമർശനങ്ങളും ഏറ്റുവാങ്ങി ആരംഭിച്ച് ഇപ്പോൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു സേനയായി പഞ്ചായത്തിൻ്റെ മാറി. കാരണം അവരൊക്കെ ആവശ്യത്തിന് വരുമാനം, അവർക്കൊക്കെ ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ട് വരുമാനം കിട്ടുന്നു. ഈ വേസ്റ്റ് കൃത്യമായി നമ്മൾ ക്ലീൻ കേരള മിഷന് കൊടുത്തുവിടുന്നു. ഒരു വർഷം 10 ലക്ഷം രൂപയുടെ അധിക ബാധ്യത പഞ്ചായത്ത് ഏറ്റെടുത്താണ് നിർവഹിക്കുന്നത്. ഇതിൽ ലാഭമുണ്ടെന്ന് നിങ്ങളാരും കരുതരുത്. 1 കിലോയ്ക്ക് 10 രൂപ നമ്മൾ അങ്ങോട്ട് കൊടുത്താണ് ഈ സാധനം കയറ്റി കൊണ്ടുപോകണേ. അപ്പോൾ സ്വാഭാവികമായും അത് സർക്കാരിൻ്റെ തന്നെ ഏജൻസിയാണ് എന്നുള്ളത് കൊണ്ട് വേറെ ഓഡിറ്റ് ഒബ്ജക്ഷനും പ്രശ്നങ്ങളും നമുക്ക് ഉദിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ സമഗ്രമായ ഈ വേസ്റ്റ് നിർമ്മാർജ്ജന പദ്ധതിയിൽ 475 കുടുംബങ്ങളിലേക്ക് ഈ സാധനം എത്തുകയാണ്. സ്ഥാപനങ്ങൾക്ക് ഏകദേശം 30ഓളം സ്ഥാപനങ്ങൾക്ക്, 52 സ്ഥാപനങ്ങൾക്ക് നമ്മൾ ഒരു 2 മാസം മുമ്പ് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ ഈ രണ്ടാം പദ്ധതിയാണ് ഈ സാധനം. അതിൻ്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിക്കും. ഞാൻ എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ഇതിനു വേണ്ടി പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്യുന്നതിനൊക്കെ മുമ്പ് ഈ ഡെമോ ഉദ്യോഗസ്ഥൻ പറഞ്ഞത്, ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്നുള്ളത് മാലിന്യ സംസ്കരണമാണ്. ആ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നമ്മൾ നോക്കുമ്പം പ്രധാനമായിട്ട് 2 തരം മാലിന്യങ്ങളുണ്ട്. ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും. അതിൽ ജൈവ മാലിന്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അപകടകരമായി, മനുഷ്യന് ഏറ്റവും അപകടകരമായി മാറുന്നത് ജൈവ മാലിന്യ സംസ്കരണമാണ്. ലോകത്ത് മനുഷ്യനല്ലാതെ മറ്റൊരു ജീവിയും മാലിന്യം ഉൽപ്പാദിപ്പിക്കുന്നില്ല. മാലിന്യത്തിൻ്റെ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ അളവ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ തന്നെ വളരെയേറെ ഞെട്ടിപ്പോവും. കാരണം ഇന്ത്യയിൽ മാത്രം ഈ ജൈവ മാലിന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ അളവ് ദശലക്ഷക്കണക്കിന് ടണ്ണാണ് ഓരോ ദിവസവും. അപ്പം അതായത് ഒരു ദിവസം ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജൈവ മാലിന്യങ്ങൾ നമ്മുടെ തുറവൂർ പഞ്ചായത്തിൽ കൊണ്ടിട്ടാൽ ഈ പഞ്ചായത്തും തൊട്ടടുത്തുള്ള പഞ്ചായത്തുകളും മൂടിപ്പോകാനും മാത്രമുള്ള ജൈവ മാലിന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പം ജൈവ മാലിന്യങ്ങളെല്ലാം തന്നെ, ജൈവ മാലിന്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പം ഏറ്റവും അപകടകരമായിട്ട് നമുക്ക് മനസ്സിലായത് കൊറോണ വൈറസ് വന്നപ്പോഴാണ്. കൊറോണ വൈറസിൻ്റെ വ്യാപനം നടന്നതും തന്നെ ഒരു മത്സ്യ മാർക്കറ്റിൽ നിന്നാണ്. അപ്പം ജൈവ സാധനങ്ങൾ കമ്പോസ്റ്റ് ആകുന്നത് കറക്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ മനുഷ്യന് തന്നെ ഹാനികരമാകുന്ന ബാക്ടീരിയകളും വൈറസുകളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് പല സ്ഥലങ്ങളിലും ഇപ്പം ഏറ്റവും നല്ല കഴിഞ്ഞ ഒരു അരനൂറ്റാണ്ടിന് മുമ്പ് ഏറ്റവും നല്ലതായിട്ട് മനുഷ്യൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് വീട്ടിൽ നിന്ന് കിട്ടുന്ന കിണർ വെള്ളമാണ്. അപ്പം അതൊരു രോഗസംഹാരി കൂടിയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ എല്ലായിടത്തും ചെന്നാൽ ഡോക്ടർമാർ പറയും നമ്മളോട് തിളപ്പിച്ചാർച്ച വെള്ളം മാത്രമേ കുടിക്കാവുള്ളൂ എന്ന്. കാരണം ഈ മാലിന്യങ്ങളെല്ലാം മണ്ണിലേക്ക് നിക്ഷേപിച്ച് പല സ്ഥലത്തും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലകളിലെല്ലാം കിട്ടുന്ന വെള്ളത്തിൽ ഡീകോളിൻ പോലുള്ള ബാക്ടീരിയകൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ജൈവ മാലിന്യ സംസ്കരണം മറ്റ് രാജ്യങ്ങളൊക്കെ, യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുമ്പായിട്ട് തന്നെ അതിന് വേണ്ട നടപടികളൊക്കെ സ്വീകരിച്ചു. ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലേക്ക് ആ പദ്ധതികൾ കഴിഞ്ഞ 4-5 വർഷമായിട്ടേ വരുന്നുള്ളൂ. അതിൽ ഏറ്റവും നല്ല രീതിയിൽ ഇത് കേരളത്തിലാണ് ഏറ്റവും നല്ല രീതിയിൽ കേരള സർക്കാരും ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സർക്കാരുകളും ഒക്കെയാണ് ഇതിനെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പം ഇതിൻ്റെ ഒരു സാമൂഹ്യ വശമാണ് ഞാൻ പറഞ്ഞു തന്നത്. രണ്ടാമതൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത്രയും പ്രാധാന്യമുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ പല്ല് തേക്കുന്നുണ്ട്, കുളിക്കുന്നുണ്ട്, ആഹാരം കഴിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഒരു ദിനചര്യയായി ഇതിനെ മാറ്റണം.
എന്നാൽ മാത്രമേ നമുക്ക് മാലിന്യ സംസ്കരണത്തെ പൂർണ്ണമായിട്ട് നമുക്ക് അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ശീലം മാലിന്യ സംസ്കരണമാണ് എന്ന കാര്യം മനസ്സിലാക്കുക. അതാണ് ഇതിൻ്റെ ഒരു സാമൂഹ്യ വശം. ഇതിന് മറ്റൊരു സാമ്പത്തിക വശം കൂടിയിട്ടുണ്ട്. സാമ്പത്തിക വശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സർക്കാർ, അതായത് ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, ഇവിടുത്തെ പഞ്ചായത്ത്, ആ പഞ്ചായത്ത് നിങ്ങൾക്ക് തരുന്നത് 10% ഗുണഭോക്തൃവിധം മാത്രം മേടിച്ചോണ്ടാണ്. ബാക്കി 90% പഞ്ചായത്താണ് ആ പൈസ കൊടുക്കുന്നത്. അപ്പം പഞ്ചായത്ത് നിങ്ങൾക്ക് തരുന്ന ഈ ഉപകരണത്തിൻ്റെ വില ഏകദേശം 2000-ന് മുകളിൽ വിലയുള്ള ഉപകരണമാണ് നിങ്ങൾക്ക് 180 രൂപയ്ക്കോ 200 രൂപയ്ക്കോ നിങ്ങൾക്ക് തരുന്നത്. അപ്പം അത് ബാക്കി പൈസ പഞ്ചായത്ത് മുടക്കുന്നതാണ്. ഈ പഞ്ചായത്ത് ഈ 2000 രൂപ വിലയുള്ള സാധനം നിങ്ങൾക്ക് തരുമ്പം ഞങ്ങൾ പറയുന്ന രീതിയിൽ നിങ്ങൾ കൃത്യമായി ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്നൊക്കെ നമുക്ക് കിലോയ്ക്ക് ഒരു 180 രൂപ 200 രൂപയ്ക്ക് വാങ്ങുന്ന തരത്തിലുള്ള ഏറ്റവും വില കൂടിയ തരം ജൈവവളം നമുക്ക് വീട്ടിൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. ഇത് ഒരു വർഷം ഒരു 4-5 പ്രാവശ്യം നമുക്ക് വീട്ടിൽ 6 പ്രാവശ്യത്തോളം നമുക്ക് വീട്ടിലിത് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും ഒരു വർഷം. ഏകദേശം 10-12,000 രൂപ വില വരുന്ന വളം ഓരോ വർഷവും ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന ഒരു ഉപകരണം കൂടിയിട്ടാണ് സർക്കാർ ഇവിടുന്ന് തരുന്നത് എന്നുകൂടി മനസ്സിലാക്കുക. പിന്നെ അതാണ് ഇതിൻ്റെ ഒരു സാമ്പത്തിക വശം. പിന്നീട് നമുക്ക് ഗുണകരമായ മറ്റൊരു വശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഈ കിട്ടുന്ന ഇത് വളത്തിൽ നിന്ന് അത് നമുക്ക് ശരിക്കും പൊടിഞ്ഞ മണ്ണ് പോലെ തന്നെ, കറുത്ത മണ്ണ് പോലെ തന്നെ കിട്ടും. അപ്പോൾ അത് നമുക്കെടുത്ത് ഗ്രോ ബാഗൊക്കെ നിറച്ച് വീട്ടിൽ പച്ചക്കറി കൃഷി ചെയ്യുക എന്നുള്ള ഒരു ശീലം കൂടി എല്ലാവരും വളർത്തിയെടുക്കേണ്ടിയിരിക്കുന്നു. അല്ലാതെ ഇത് നിറഞ്ഞു കഴിയുമ്പോഴത്തേന് ഇത് എങ്ങോട്ടേലും കൊണ്ടുവന്ന് കമത്തിക്കളയുക എന്നുള്ള ഒരു കാര്യമല്ല ചെയ്യേണ്ടത്. അപ്പം നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറികളും കൂടെ ഇട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഉപകരണം കൂടിയിട്ടാണ് പഞ്ചായത്ത് തരുന്നത് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. പിന്നെ നാലാമത് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇതിനകത്തുനിന്ന് നമുക്ക് സ്ലറി കിട്ടും. ആ സ്ലറി എന്ന് പറയുന്നത് 3 തരത്തിൽ നമുക്ക് ഉപയോഗപ്രദമാണ്. ഒന്ന് എന്ന് പറഞ്ഞാൽ നമുക്ക് ജൈവ കീടനാശിനിയായിട്ട് ഉപയോഗിക്കാം. നമുക്ക് ഇന്ന് കിട്ടുന്ന മറ്റ് രാസ കീടനാശിനികളെക്കാളൊക്കെ ഫലപ്രദമായിട്ട് പച്ചക്കറികൾക്കും മറ്റ് വിളകൾക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ജൈവ കീടനാശിനിയാണ് ഈ സ്ലറി. സ്ലറിയിലേക്ക് 10 ഇരട്ടി വെള്ളം ചേർത്ത് വേണം അത് ഉപയോഗിക്കാനായിട്ട്. അതുപോലെ തന്നെ സ്ലറിക്ക് മറ്റൊരു ഉപയോഗം എന്ന് പറഞ്ഞാൽ അത് വളമായിട്ടും ഉപയോഗിക്കാം. ചെടിയുടെ തണ്ട്, പച്ചക്കറിയൊക്കെ ആണെങ്കിൽ നേരെ ചെടിയുടെ തണ്ടിലേക്ക് ഒഴിക്കാതെ അവിടെ നിന്ന് 1 ഇഞ്ച് മാറി ഇത് ഒഴിച്ചു കൊടുക്കണം. കാരണം ഇത് വീര്യം കൂടിയ വളമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പച്ചക്കറിയൊക്കെ നല്ല രീതിയിൽ ഉണ്ടാവും. അപ്പോൾ അത് പച്ചക്കറികൾക്ക് മാത്രമല്ല, വാഴയ്ക്കും തെങ്ങിനും എന്ത് കൃഷിക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, മൂന്നാമതൊരു കാര്യം സ്ലറി കൊണ്ടുള്ള ഉപയോഗം എന്ന് പറയുന്നത്, എവിടെങ്കിലും വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കൊതുകിൻ്റെ മുട്ട പൊട്ടിപ്പോകുന്നതിനായിട്ട് ഈ സ്ലറി വെള്ളം ചേർക്കാതെ അതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെ 3 ഉപയോഗം ഈ സ്ലറി കൊണ്ടും ഉണ്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ ഉപയോഗക്രമത്തിലേക്ക് കടക്കുകയാണ്. നമുക്ക് ഒരാൾക്ക് തരുന്നത് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ബിന്ന് തരുമ്പോഴത്തേന് ഇതുപോലുള്ള ബിന്ന് 3 എണ്ണം തരും. ഇതിലേക്ക് അകത്തൊരു പൈപ്പ് വെച്ചിട്ടുണ്ട്. പൈപ്പ് വെച്ചതിൻ്റെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പൈപ്പില്ല എങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് വളം ഇങ്ങനെ ഇളക്കി കൊടുക്കേണ്ടി വരും. അതുമാത്രമല്ല, ഇതിനകത്ത് കറക്റ്റായിട്ട് എയറേഷൻ നടക്കണം. എയറേഷൻ നടന്നില്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് കിട്ടുന്ന വളം ഈ ജൈവവളമൊക്കെ രാസവളം പോലെ ആയിപ്പോവും. കാരണം ഇതിനകത്ത് കിട്ടുന്ന ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാതകങ്ങളെല്ലാം ഡൈവേർട്ട് ചെയ്ത് മീഥെയിലായി മാറും. മീഥെയിൽ കണ്ടൻറ്റ് ഇതിനകത്ത് കൂടിക്കഴിഞ്ഞാൽ അത് രാസവളം പോലെ മണ്ണിന് ദോഷകരമായി ഭവിക്കും. അതുകൊണ്ട് തന്നെ ആ ജൈവവളത്തിൻ്റെ എല്ലാ ക്വാളിറ്റിയും നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ബക്കറ്റിനും ഹോൾസ് ഇട്ടിട്ടുണ്ട്. ഈ സൈഡിലെല്ലാം ഹോൾസ് ഇട്ടിട്ടുണ്ട്, വായു കയറുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം പിന്നെ ഈ വെള്ളം, നമുക്കുള്ള വെള്ളം താഴോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിനകത്ത് ഇങ്ങനെ പൈപ്പ് കൊടുത്തിരിക്കുന്നത്. പൈപ്പ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ പൈപ്പ് ഉള്ളത് കൊണ്ട് എയറേഷൻ നല്ലപോലെ കിട്ടും. പിന്നെ ഇത് ഉപയോഗിക്കേണ്ട ക്രമം എന്ന് പറയുമ്പോൾ, ഒരാൾക്ക് ഇതുപോലുള്ള പൈപ്പ് 3 എണ്ണം ഉണ്ടായിരിക്കും. ആ പൈപ്പിൻ്റെ വണ്ണം കുറഞ്ഞ വശം വേണം താഴോട്ട് ഇറക്കി വെക്കാനായിട്ട്. പിന്നെ ആരെങ്കിലും പൈപ്പ് ഇങ്ങനെ എടുക്കുമ്പോൾ പൊട്ടിപ്പോയതാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഓരോ പ്രാവശ്യവും ഉപയോഗശേഷം നമുക്ക് കഴുകി വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത്. കഴുകി വെച്ചതിന് ശേഷം ഇത് കണ്ടോ, കുട്ടികളുടെയൊക്കെ കളിപ്പാട്ടം ചെയ്യുന്ന പോലെ തന്നെ വളരെ ഈസി ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കാവുന്ന ഒരു കാര്യമുള്ളൂ. അപ്പം ഒരാൾക്ക് തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ 3 ബിന്നുണ്ടായിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, കൊണ്ടുപോകുമ്പോൾ 3 ബിന്നുണ്ടായിരിക്കും. പിന്നെ 3 പൈപ്പ് ഉണ്ടായിരിക്കും. പിന്നെ 3 റിങ് ഉണ്ടായിരിക്കും. ഇത് 3 റിങ് ഉണ്ട്. എല്ലാവർക്കും 3 ബക്കറ്റ്, 3 പൈപ്പ്, 3 റിങ്. പിന്നെ അതിൻ്റെ മുകളിൽ ടോപ്പിൽ വെക്കുന്നതിന് വേണ്ടി ഇതുപോലൊരു അടപ്പുണ്ടാവും. അടപ്പിന് ഇതുപോലെ നമുക്കിങ്ങനെ ഇളക്കിയെടുക്കാം. അതുപോലെ തന്നെ ഇങ്ങനെ അമക്കി വെക്കാം. അതിന് ശേഷം ഇതുപോലെ ഒരു ട്രേ ഉണ്ടാവും. ഈ ട്രേയുടെ പ്രത്യേകത,
ഈ ട്രേയുടെ മുകളിൽ നല്ല റൗണ്ടായിട്ട് മുകളിലിരിക്കുന്ന ഭാഗം വേണം നിലത്തേക്ക് വെക്കാനായിട്ട്. ഇത് നമുക്ക് സ്ലറി എടുക്കാനുള്ളതാണ്. ഇവിടെ വെട്ടുള്ള ഭാഗം നമുക്ക് അകത്തുള്ള സ്ലറി ഇങ്ങനെ ഒഴിച്ച് കളയാൻ വേണ്ടിയിട്ടാണ്. ഈ ഭാഗം കൈ പിടിക്കാൻ വേണ്ടി ഹാൻഡിലാണ്. അപ്പോൾ ഈ ഹാൻഡിൽ വരുന്ന ഭാഗം ഇതിലേക്ക് വെക്കുക. ഇങ്ങനെ വെച്ചതിന് ശേഷം ഒരു ബക്കറ്റ് എടുത്ത് വെക്കുക. ഇങ്ങനെ ആദ്യം വീട്ടിൽ ചെന്ന് സെറ്റ് ചെയ്യുമ്പോൾ ആദ്യം ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കുക. വെച്ചതിന് ശേഷം ഇനോക്കുലം ഓപ്പൺ ചെയ്യുക. ഇനോക്കുലം ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിനകത്തൊരു ചെറിയ പാക്കറ്റ് ബാക്ടീരിയകളെ വെച്ചിട്ടുണ്ട്. ഒരു 6 ടൈപ്പ് ഓഫ് ബാക്ടീരിയാസിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് ചെറിയൊരു ചകിരിച്ചോറിൻ്റെ ഒരു കവറിനകത്ത് വെച്ചിരിക്കും. ബാക്കിയുള്ളത് ചകിരിച്ചോറാണ്. നിങ്ങൾ വീട്ടിൽ ചെന്നതിന് ശേഷം ആ ബാക്ടീരിയയെ പൊട്ടിക്കുക. അത് ഈ ചകിരിച്ചോറിലേക്ക് മിക്സ് ചെയ്യുക. ഏതെങ്കിലും അലർജി ഉള്ളവർക്കോ അല്ല മറ്റ് അസുഖമുള്ളവർക്കോ ആർക്ക് വേണമെങ്കിലും ഇതെടുക്കാം. കാരണം 100% ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അലർജിയോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. ധൈര്യമായിട്ട് ഉപയോഗിക്കാം. അത് പാക്കറ്റ് പൊട്ടിച്ചതിന് ശേഷം ഇതെല്ലാ സ്ഥലത്തും വരുന്ന പോലെ നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കുക. മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം അതിൽ നിന്ന് ഒരു 2 പിടി എടുത്തിട്ട് എല്ലാ ഭാഗത്തും വരുന്ന പോലെ വിതറിയിടണം. ഒരു സൈഡിലേക്ക് മാത്രമായിട്ട് ഡബ് ചെയ്തിടരുത്. എല്ലാ സൈഡിലും വീഴുന്നത് പോലെ വിതറിയിടുക. വിതറിയിട്ടതിന് ശേഷം നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റുകളെല്ലാം നമുക്ക് ഇടാൻ തുടങ്ങാം. വേസ്റ്റ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു കാരണവശാലും ഒരുപാട് വെള്ളം വരാൻ പാടില്ല. ഒരുപാടെന്നല്ല, ഒട്ടും വെള്ളം വരാൻ പാടില്ല. വീട്ടിൽ നിന്ന് കഞ്ഞി, സാമ്പാർ, മീൻകറി, ഇറച്ചിക്കറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനം കേടായി പോയിട്ടുണ്ടെങ്കിൽ അത് നല്ലപോലെ വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം മാത്രം ഇതിലേക്ക് ഇടുക. ഇതിലേക്ക് ഒരു വേസ്റ്റ് ഇടുമ്പോൾ ഒരു സൈഡിലേക്ക് ഇങ്ങനെ കൂന കൂട്ടി വേസ്റ്റ് ഇടാൻ പാടില്ല. എല്ലാ സ്ഥലത്തും വീഴുന്ന പോലെ വേണം വേസ്റ്റ് ഇടാനായിട്ട്. ഒരു ദിവസം 1.5 കിലോ വേസ്റ്റ് വരെ ഇടാവുന്ന രീതിയിലാണ് സർക്കാർ ഇതിനെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വീട്ടിലെ വേസ്റ്റ് ഇടാം. വേസ്റ്റ് ഇട്ടതിന് ശേഷം ആദ്യം നമ്മൾ ഇനോക്കുലം ഇട്ടതിന് ശേഷം നമ്മൾ വേസ്റ്റ് ഇടും. വേസ്റ്റ് ഇട്ടതിന് ശേഷം എപ്പോഴൊക്കെ വേസ്റ്റ് ഇടുന്നോ അപ്പോഴെല്ലാം അതിൻ്റെ മുകളിലേക്ക് ഒരു പിടി ഇനോക്കുലം വാരി വിതറേണ്ടതാണ്. എന്നാൽ മതി കമ്പോസ്റ്റിങ് കറക്റ്റായിട്ട് നടക്കുകയുള്ളൂ. പിന്നെ വീട്ടിലുള്ള ഇപ്പം സർക്കാർ പറയുന്ന അനുസരിച്ചാണ് വീട്ടിലാരെങ്കിലും ഒരു കോഴിയെ കൊന്നാൽ ആ കോഴിയുടെ എല്ലാ തൂവൽ അങ്ങനെയുള്ള സാധനം എല്ലാം ഇതിനകത്ത് കമ്പോസ്റ്റായി പോകും. പക്ഷേ എന്ത് സാധനം ഇട്ടാലും ചെറിയ കഷ്ണങ്ങളായിട്ടിടാൻ ശ്രദ്ധിക്കണം. ഈവൻ മുട്ടത്തോട് പോലും കൈകൊണ്ടൊന്ന് ക്രഷ് ചെയ്തൊന്ന് പൊടിച്ചിട്ടിട്ട് വേണം ഇടാനായിട്ട്. പിന്നെ നമ്മളോർക്കും ഈ നോൺ വെജ് സാധനങ്ങൾ കമ്പോസ്റ്റ് ആകുമ്പോഴായിരിക്കും കൂടുതൽ ബാഡ് സ്മെല്ല് വരുന്നതെന്ന്. ഒരിക്കലുമല്ല. എണ്ണമയമുള്ള ബേക്കറി സാധനങ്ങൾ കമ്പോസ്റ്റ് ആകുമ്പോഴാണ് കൂടുതൽ ബാഡ് സ്മെല്ല് വരുന്നത്. അപ്പോൾ അങ്ങനെ ബിസ്ക്കറ്റോ എന്തെങ്കിലും സാധനങ്ങളുണ്ടെങ്കിൽ കൈകൊണ്ടൊന്ന് പൊടിച്ചിടണം. അപ്പോൾ ഏത് സാധനം വീട്ടിലിരുന്ന ഒരു പടവലങ്ങ അല്ലെങ്കിൽ കാബേജ് അങ്ങനത്തെ ഒരു സാധനം ചീത്തയായിപ്പോയി, പച്ചക്കറി സാധനങ്ങൾ അതുപോലെ കൊണ്ടിടാൻ പാടില്ല. അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണം നമ്മൾ അതിലേക്കിടാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ എന്ത് വേസ്റ്റ് ഇടുമ്പോഴും ചെറിയ കഷ്ണങ്ങളാക്കി ഇടാൻ ചെയ്യുക. അതുപോലെ തന്നെ കരിയിലൊക്കെ കുറച്ച് കരിയിലൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ വാരി ഇടുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ വീട്ടിലെ ചാണകമൊക്കെ ഉണ്ടെങ്കിൽ ചാണകം ഉണങ്ങിയതിന് ശേഷം വെള്ളമയം പോയതിന് ശേഷം അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നതും കുഴപ്പമില്ലാത്ത കാര്യമാണ്. പിന്നെ ഇതിങ്ങനെ കൃത്യമായിട്ട് നിങ്ങൾ ഒരു വീട്ടിൽ തന്നെ 2 നേരം വേസ്റ്റ് ഉണ്ടെന്ന് വിചാരിച്ചു. 2 നേരം വേസ്റ്റ് ഉണ്ടെങ്കിൽ രാവിലത്തെ വേസ്റ്റ് അടച്ചു വെക്കണം. രാവിലത്തെ വേസ്റ്റ് അടച്ചു വെച്ചില്ല എങ്കിൽ നമുക്കൊരു പ്രോബ്ലം വരും. ആ രാവിലത്തെ വേസ്റ്റ് തുറന്നിരിക്കുവാണെങ്കിൽ അതിനകത്ത് ബ്ലാക്ക് സോൾജിയേഴ്സ് ഫ്ലൈസ് എന്ന് പറയുന്ന ചെറിയ തരം ഈച്ചകളൊക്കെ വന്ന് മുട്ടയിടും. ആ മുട്ടയിട്ടതിന് ശേഷം നമ്മൾ ആ വേസ്റ്റ് ഇതിനകത്തോട്ട് ഇടുവാണെങ്കിൽ ഇതിനകത്ത് പുഴു ഉണ്ടാവും. പുഴു അമിതമായി വന്നു കഴിഞ്ഞാൽ ചിലർക്ക് ഈ പുഴുവിനെ കൊണ്ട് ഉപകാരമുണ്ട്, ചിലർക്ക് അത് കാണുമ്പോൾ അറപ്പും വെറുപ്പും തോന്നും. അപ്പം അങ്ങനെ പുഴുവിനെ കൊണ്ട് ആർക്കൊക്കെ ഉപകാരമുണ്ട് എന്ന് ചോദിച്ചാൽ കോഴിയെ വളർത്തുന്ന ആൾക്കാർ, താറാവിനെ വളർത്തുന്നവർ, മീൻ കൃഷി ചെയ്യുന്നവർ, ലവ് ബേഡ്സിനെ വളർത്തുന്നവർ, അലങ്കാര മത്സ്യത്തെ വളർത്തുന്നവർ, ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് അതിന് തീറ്റയായിട്ട് കൊടുക്കാൻ, കോഴിക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ലോകത്തേക്ക് കിട്ടുന്ന ഏറ്റവും നല്ല ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഇതിനകത്തുനിന്ന് കിട്ടുന്ന പുഴുവാണ്. ഏറ്റവും റിച്ച് പ്രോട്ടീൻ ആയിരിക്കും. അപ്പം അതുപോലെ തന്നെ മറ്റൊരു കാര്യം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നമുക്ക് മീനിൻ്റെ വളർച്ച, മീൻ ഈ പുഴുവിനെ കൊടുക്കുകയാണെങ്കിൽ മീനിൻ്റെ വളർച്ച ഏകദേശം 2 ഇരട്ടിയായി. അതായത് 6 മാസം കൊണ്ട് വളരേണ്ട മീൻ 3 മാസം കൊണ്ട് ആ വളർച്ച എത്തും. അപ്പോൾ അത്രയ്ക്കും നല്ല പ്രോട്ടീനാണ്. പിന്നെ കാണുമ്പോൾ ആർക്കെങ്കിലും അറപ്പും വെറുപ്പും ഉണ്ട് എന്ന് തോന്നുന്ന ആൾക്കാർക്ക് ഒരു പരിഹാരം പറഞ്ഞുതരാം. നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം, ഇതിലേക്ക് പുഴു ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് വെള്ളത്തിൻ്റെ ഇംബാലൻസ് കൊണ്ടാണ് പുഴു വരുന്നത്. ഇല്ലെങ്കിൽ നമ്മുടെ ബാക്ടീരിയ, പുഴു ഉണ്ടാകാതിരിക്കാനുള്ളൊരു ബാക്ടീരിയ കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വെള്ളത്തിൻ്റെ pH വാല്യൂ മാറിക്കഴിയുമ്പോഴത്തേന്, വെള്ളത്തിൻ്റെ അംശം കൂടിക്കഴിയുമ്പോഴത്തേന് നമുക്ക് പുഴു ഉണ്ടാകും. അങ്ങനെ പുഴു ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം, 1/2 ലിറ്റർ വെള്ളത്തിലേക്ക്
50 മില്ലി വേപ്പെണ്ണ ചേർക്കുക. വേപ്പെണ്ണ ചേർത്തതിന് ശേഷം അത് നല്ലപോലെ ഒരു 10-40 പ്രാവശ്യം ഷേക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ അത് വെള്ളവും എണ്ണയായിട്ട് ഡൈല്യൂട്ട് ആകത്തുള്ളൂ. അങ്ങനെ ഡൈല്യൂട്ട് ആയതിനു ശേഷം മുകളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക. സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടും ഈ പുഴുവെല്ലാം താഴോട്ട് ഇരിക്കും. അത് അല്ല എങ്കിൽ വെളുത്തുള്ളി ഇടിച്ച് പിഴിഞ്ഞ നീരിലേക്ക് കുറച്ച് ഇത് പച്ചക്കർപ്പൂരം ചേർക്കുക. മറ്റേ കർപ്പൂരമല്ല, അങ്ങാടിക്കടയിലൊക്കെ കിട്ടും പച്ചക്കർപ്പൂരം, അത് പൊടിച്ച് ചേർത്തതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിയുമ്പം തന്നെ അത് റെഡിയാവും. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ എപ്പോഴൊക്കെ നമ്മളിത് തുറക്കുന്നോ അപ്പോഴെല്ലാം ഇത് കൃത്യമായിട്ട് അടച്ചു വെക്കണം. ഒരു കാരണവശാലും തുറന്നു വെച്ചിട്ട് പോകരുത്. അപ്പോൾ ഇത് നിറഞ്ഞതിന് ശേഷം ഇത് കറക്റ്റായിട്ട് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ തന്നെ ഉപയോഗിക്കണം. പിന്നെ സ്ത്രീകളാണ് ഉപയോഗിക്കുന്നത്. ആരെങ്കിലും അറിയാതെ ഒരു ദിവസം വീട്ടിലിരിക്കുന്ന ഏതെങ്കിലും ലിക്വിഡായിട്ടുള്ള കഞ്ഞിയോ സാമ്പാറോ അങ്ങനെയുള്ള എന്തെങ്കിലും ലിക്വിഡായിട്ടുള്ള സാധനം അറിയാതെ കൊണ്ട് ഒഴിച്ചു പോയെങ്കിൽ ഒരു 2 മണിക്കൂർ അല്ലെ ഒരു 4 മണിക്കൂർ കഴിഞ്ഞിട്ട് വന്നിട്ട് അതിൽ നിന്ന് ആ ട്രേ എടുക്കുക. ട്രേ ഓപ്പൺ ചെയ്തിട്ട് അത് ഏതെങ്കിലും ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ച് കളയുക. അങ്ങനെയല്ല നിങ്ങൾ കൃത്യമായിട്ടാണ് ഉപയോഗിക്കുന്നെങ്കിൽ ഒരു 15-20 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് ട്രേ എടുക്കുക. അതിലേക്ക് ഒരു 50 മില്ലി 100 മില്ലിയൊക്കെ സ്ലറി വന്നിട്ടുണ്ടാകും. ഇത് മൊത്തം കമ്പോസ്റ്റ് ആകുമ്പോൾ ഊറി ഇറങ്ങുന്ന വെള്ളമാണ് സ്ലറി. ആ സ്ലറി ഉണ്ടാവും. ആ സ്ലറിയിലേക്ക് നിങ്ങൾക്ക് 10 ഇരട്ടി വെള്ളം ചേർത്ത്, അത് ശ്രദ്ധിക്കണം. എപ്പോഴും സ്ലറി അതുപോലെ റോ ആയിട്ട് ഉപയോഗിക്കരുത്. അതിലേക്ക് 10 ഇരട്ടി വെള്ളം ചേർക്കണം. 10 ഇരട്ടി വെള്ളം ചേർത്തതിന് ശേഷം അത് നിങ്ങൾക്ക് കീടനാശിനിയായിട്ട് സ്പ്രേ ചെയ്യാം. അതുപോലെ തന്നെ വളമായിട്ട് ഉപയോഗിക്കാം. അതേപോലെ തന്നെ ഇത് സ്ലറി വെള്ളം ചേർക്കാതെ കൊതുക് എവിടെയെങ്കിലും വരുത്തുന്നുണ്ടെങ്കിൽ വെള്ളം കെട്ടിക്കിടപ്പുണ്ടെങ്കിൽ അവിടെ ഒഴിച്ചു കൊടുക്കാം. ഇത്രയും കാര്യങ്ങൾ സ്ലറി കൊണ്ട് ചെയ്യാം. പിന്നെ ഇതുമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് കൊണ്ട് വെക്കുന്ന സ്ഥലം ഒരു കാരണവശാലും മഴയും വെയിലും കൊള്ളുന്ന സ്ഥലം ആകരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മഴ കൊള്ളുന്ന സ്ഥലമാണെങ്കിൽ ഇതിന് എയർ പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ അടപ്പിന് ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്. ആ ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് തന്നെ മഴ വീഴുമ്പോൾ ഇതിനകത്തൂടെ മൊത്തം വെള്ളം ഇറങ്ങി ഇതിനകത്ത് മൊത്തം വെള്ളമാവും. അല്ല, വെയിലടിച്ചു കഴിഞ്ഞാൽ എവിടാണോ വെയിലടിക്കുന്ന ആ സൈഡിൽ കമ്പോസ്റ്റിങ്ങിൻ്റെ വേഗത കുറയും. അത് കമ്പോസ്റ്റിങ് നടക്കാതിരിക്കും. അതുകൊണ്ട് മഴയും വെയിലും കൊള്ളാത്ത ഒരു സ്ഥലത്ത് വേണം വെക്കാനായിട്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വീട്ടിൽ മഴയും വെയിലും കൊള്ളുന്ന സ്ഥലമേ നമുക്ക് വെക്കാനുള്ളൂ, വേറെ ഒരു മാർഗവും ഇല്ല എന്നുള്ളവർ മാത്രം. അങ്ങനെ എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ വെക്കുക. ഒരു നിവൃത്തി ഇല്ല എങ്കിൽ മാത്രം ഒരു പ്ലാസ്റ്റിക് ചാക്കിട്ട് മൂടിയിടുക. മഴയും വെയിലും കൊള്ളാത്ത രീതി മൂടിയിടുക. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന നോട്ടീസിന് അടിയിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ ബന്ധപ്പെടുക. അതോടൊപ്പം തന്നെ ഈ തന്നിരിക്കുന്ന ഈ ഇനോക്കുലം തീർന്നു കഴിയുമ്പോൾ ആ നോട്ടീസിലുള്ള നമ്പറിൽ വിളിച്ചാൽ തന്നെ മതി. ഇവിടെ അടുത്തുള്ള ഒരാൾ തന്നെയാണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. അദ്ദേഹം നിങ്ങൾക്ക് ഇത് തരുന്നതായിരിക്കും. ഇത് ഒരു പാത്രം നിറഞ്ഞു കഴിയുമ്പോഴത്തേന് ഇത് നിറഞ്ഞു കഴിയുമ്പോൾ അടുത്ത പാത്രം നമുക്ക് മുകളിലേക്ക് വെക്കാം. മുകളിലേക്ക് വെച്ചിട്ട് ഏതാ ഇതിൻ്റെ ടോപ്പ് വരെ ഇത് ഇവിടെ നമ്മളൊരു ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ കട്ട് വരെ നമുക്ക് നിറയ്ക്കാം. കട്ടിന് കുറച്ച് മുകളിൽ നിന്നാലും കുഴപ്പമില്ല. അപ്പോൾ അത് നിറഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത ബിന്ന് വെക്കാം. അടുത്ത ബിന്ന് ഇതുപോലെ തന്നെ ഉപയോഗിക്കാം. അപ്പം നിങ്ങളൊരു കാര്യം വിചാരിക്കും, മുകളിൽ നിന്ന് നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ താഴെ വന്നാൽ കേടാകുമല്ലോ. അതൊന്നുമില്ല. അതൊന്നും ശ്രദ്ധിക്കേണ്ട. അതൊന്നും പ്രശ്നം വരത്തില്ല. നിങ്ങൾ വെള്ളം പരമാവധി കുറച്ച് ഉപയോഗിച്ചാൽ മാത്രം മതി. അതിനുശേഷം അതും ഇതിൽ ഉപയോഗിക്കുമ്പോഴും ആദ്യം ഇനോക്കുലം ഇതിലേക്കിടുക. ഇതിലേക്കിട്ടതിന് ശേഷം വീണ്ടും ഈ ഫുഡ് വേസ്റ്റുകളൊക്കെ നമുക്ക് ഇതിനകത്തേക്ക് ഇടാം. അതുപോലെ തന്നെ വലിയൊരു മീനിൻ്റെ തലയൊക്കെ ആണെങ്കിൽ അത് ചെറിയ കഷ്ണങ്ങളാക്കി വേണം ഇടാനായിട്ട്. എല്ലാ സാധനങ്ങളും അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയ കഷ്ണങ്ങളാക്കി ഇടണം. അതിനുശേഷം ഇനോക്കുലം അപ്പോൾ ഹാർഡായിട്ടുള്ള സാധനം, ഇപ്പം ബീഫിൻ്റെ എല്ല്, അതുപോലെ തന്നെ ഈ പന്നിയുടെ എല്ല്, അതുപോലെ ഈ കോഴിയുടെ എല്ല്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കൂടുതൽ ഇനോക്കുലം ഇടേണ്ടതാണ്. സാധാരണ ഇടുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ ഇനോക്കുലം ഇടണം. എപ്പോഴൊക്കെ നമ്മൾ ഇത് ഇടുന്നോ അതിന് ശേഷം ഇത് അടച്ചു വെക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ ഈച്ച ശല്യം ഉണ്ടാവും. അതിന് ശേഷം ഇത് നിറഞ്ഞതിന് ശേഷം മുകളിലേക്ക് ഇത് വെക്കുക. ഇതും വെച്ച് എപ്പോഴാണോ മൂന്നാമത്തെ ബിന്ന് നിറയുന്നത് ആ സമയത്ത് നമുക്ക് താഴത്തെ ബിന്ന് എടുക്കാം. അപ്പോൾ അതിനകത്തിരിക്കുന്നത് പൂർണ്ണമായിട്ട് വളമായി മാറിയിരിക്കും. ആ വളം നമുക്ക് എല്ലാ കൃഷിക്കും ഉപയോഗിക്കാം. തെങ്ങിനും വാഴയ്ക്കും, നമ്മളെ വീട്ടിൽ കുരുമുളകോ എന്ത് കൃഷിക്കും ഉപയോഗിക്കാം. പിന്നെ നമ്മളൊരു പ്രൊമോട്ട് ചെയ്യുന്നൊരു കാര്യം, വീട്ടിൽ ഇത്രയും നല്ല വളം കിട്ടുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അറ്റ്ലീസ്റ്റ് ഒരു 2 പച്ചമുളകെങ്കിലും വെക്കണം എന്നൊരു അഭ്യർത്ഥന കൂടിയിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളാണ് ഇത്രയും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കുന്ന സമയത്ത് സംശയം വന്നു കഴിഞ്ഞാൽ ആ നോട്ടീസിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. ഓക്കെ, നന്ദി, നമസ്കാരം. അപ്പോൾ വളരെ മനോഹരമായ കാര്യം, ബോധവൽക്കരണം ഇതിനെക്കുറിച്ച്. അല്ലെങ്കിൽ ഓരോ തൈരൊക്കെ ഒഴിച്ചാൽ ഒരു കുഴപ്പമില്ല. ജൈവമായിട്ടുള്ള എല്ലാ സാധനവും ഉപയോഗിക്കാം.
ലക്ഷം രൂപ പഞ്ചായത്ത് ഫണ്ട് വെച്ചിട്ടാണ് നമ്മളിവിടെ നിന്ന് ബയോ ബിന്നിൻ്റെ വിതരണം ഇവിടെ നടത്തുന്നത്. ഇതിനോടകം തന്നെ ഈ ഭരണസമിതി അധികാരത്തിൽ വന്നപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുത്തിരിക്കുന്നത് നമ്മൾ കുടിവെള്ളത്തിനും അതുപോലെ തന്നെ ലൈറ്റുകൾ സ്ഥാപിക്കുക, അതുപോലെ തന്നെ നമുക്കുകളൊക്കെ നമ്മുടെ എല്ലാ വാർഡുകളിലും നമ്മൾ വിതരണം നടത്തി. ബയോ ബിന്നുകൾ ഇപ്പം നമ്മൾ ഏകദേശം ഒരു 475 ബയോ ബിന്ന്, അത് നമ്മളിപ്പോൾ 400 കുടുംബത്തിനാണ് ഇപ്പോൾ ഇവിടെ വെച്ച് തന്നെ വിതരണം ചെയ്യുന്നത്. അതിനോട് ബാലൻസ് ഉള്ളത് നമ്മൾ എല്ലാ വാർഡുകളിലേക്കും തന്നെ വിതരണം നടത്തും. പിന്നെ ബയോ പോട്ടിൻ്റെ വിതരണം നടത്തി, അത് നമ്മൾ പഞ്ചായത്ത് ഫണ്ട് വെച്ച് തന്നെ നമ്മൾ നിലവിൽ നമ്മൾ ചെയ്തതാണ്. മാലിന്യമില്ലാത്ത ഒരു പഞ്ചായത്തായിട്ട് മാറ്റാനായിട്ട് നമ്മുടെ ഈ ഭരണസമിതിയോടൊപ്പം ചേർന്ന് നിന്ന നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങൾ നമ്മുടെ വീടുകളിലൊക്കെ വന്ന് നമ്മുടെ വീടുകളിലെ അതുപോലെ തന്നെ പൊതുവായ സ്ഥലങ്ങളിലും എല്ലാ മാലിന്യങ്ങളും നിർമ്മാർജ്ജനം ചെയ്ത് നമ്മുടെ ബ്ലോക്ക് തലത്തിലായാലും നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് 1ാം സ്ഥാനം എത്തിപ്പെടാനായിട്ട് നമുക്ക് സാധിച്ചു. ഈ ഭരണസമിതിയുടെ അധികാരത്തിൽ വന്നപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒത്തിരിയേറെ മാലിന്യ കൂമ്പാരങ്ങൾ നമ്മുടെ തുറവ് ഗ്രാമപഞ്ചായത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമുക്ക് നമ്മുടെ വാർഡിലായാലും നമ്മുടെ പൊതുവായ സ്ഥലങ്ങളിലായാലും നമ്മൾ പോകുമ്പോൾ ഒരു മാലിന്യ കൂമ്പാരം അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് പോലും ഇല്ലാത്ത തരത്തിൽ മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് സാധിച്ചു. അതിനെല്ലാവരും ഒപ്പം ചേർന്ന് നിന്ന് ഓരോരുത്തരുമാണ്. അവരെല്ലാവരും ഈ അവസരത്തിൽ ഞാൻ അഭിനന്ദിക്കുന്നു. ഇനിയും ഈ ഭരണസമിതിയോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ച നിങ്ങളെ എല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്തുകൊണ്ടും ഇന്ന് ഇവിടെ ഈ ബയോ ബിന്നിൻ്റെ വിതരണ ഉദ്ഘാടനം ഞാൻ നിർവഹിക്കുന്നു. ഓക്കെ, 2 വാക്കിൽ ആശംസ നേടാൻ വേണ്ടി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി സിൽസി തങ്കച്ചൻ. ഇപ്പോൾ 10 ലക്ഷം രൂപ ചിലവഴിച്ചാണ് നമ്മളിവിടെ ബയോബീൻ പദ്ധതി രൂപം കൊടുത്തിരിക്കുന്നത്. ഏകദേശം 475 കുടുംബങ്ങൾക്കാണ് ഇത് മൂലം ലഭിക്കുന്നത്. ഇത് വളരെ ഭംഗിയായിട്ട് പ്രയോജനപ്പെടുത്തിയാൽ നമ്മളുടെ വീട്ടിൽ നമ്മളുടെ പച്ചക്കറികൾക്കും എല്ലാത്തിനും നല്ലൊരു ജൈവ വളമായിട്ട് ഈ ബയോബീൻ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അവരെ ഇങ്ങനെ നിരന്നിരിപ്പുണ്ടാവും, അതാത് വാർഡിലെ ലിസ്റ്റ് അനുസരിച്ചുള്ള ആളുകൾക്ക്